ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയും അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും ഒറ്റ വിസിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ച സാമ്പാറിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറും എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇഡ്ഡലിക്കായിട്ട് അരി വെള്ളത്തിലിടുകയാണ്. പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നമ്മൾ പച്ചരി എടുത്തിരിക്കുന്ന ആ കപ്പിൻ്റെ അതേ അളവിൽ 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഉഴുന്ന് പരിപ്പല്ല കേട്ടോ, ബോളാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 സ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തോരം ഉഴുന്നെടുത്തോ അത്രയും അളവിൽ തന്നെയുള്ള ചോറ് ഇട്ട് കൊടുക്കണം അതിലേക്ക്. അതിന് ശേഷം ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 5-8 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ കഴുകിയിട്ടാണ് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ 5-8 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ എന്താ ഇതുപോലെ ഇരിക്കും. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ കുതിരാനായിട്ട് ഒഴിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് കൈ ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. 5-8 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം മാവ് ശരിക്കും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ദാ ഒരു 5-8 മണിക്കൂർ മാവ് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദാ തുറന്ന് നോക്കുമ്പം നല്ലപോലെ പൊങ്ങിയിരിക്കുന്നുണ്ട്. മാവ് ശരിക്കും പൊങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കിതൊരു തവി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തണുപ്പ് സമയത്തൊക്കെ മാവ് ഇങ്ങനെ പൊങ്ങി കിട്ടാനായിട്ട് നമുക്കിത് ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് അതുപോലെ അങ്ങനെ ചൂടുള്ള സ്ഥലങ്ങളിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ട് വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. എല്ലാ കുഴിയിലും എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ പുരട്ടി കൊടുത്തിരിക്കുന്ന തട്ട് നമ്മൾക്ക് വെള്ളം തിളയ്ക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ദാ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് തട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചൂടെ തന്നെ അതിലേക്ക് ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഓരോ കുഴിയിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഓരോ കുഴിയിലും മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊരു 10 മിനിറ്റോളം നമ്മൾക്ക് നേരത്തെ നമ്മൾ വെച്ചിരുന്ന അതേ ഇഡ്ഡലി പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റോളം വെച്ചാൽ പെട്ടെന്ന് നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ പഞ്ഞി പോലുള്ള ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഇതിലേക്ക് കുറച്ചൊരു തണുത്ത വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. തട്ടെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇതിൽ നിന്ന് ഇഡ്ഡലി ഓരോന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ചൂട് ശരിക്ക് ആറി കിട്ടിയിട്ടുണ്ടാവും. ചൂട് ശരിക്കും ആറി കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഓരോന്നും ഈ കുഴിയിൽ നിന്ന് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതാ ചൂട് ശരിക്കും ആറിയിട്ടുണ്ട്. ചൂട് ശരിക്കും ആറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കുഴിയിൽ നിന്ന് ശരിക്ക് വിട്ടുപോരാൻ പാകത്തിന് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഓരോ ഇഡ്ഡലിയും ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇഡ്ഡലിക്ക് കൂട്ടി കഴിക്കാനായിട്ട് പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുക്കറിൽ ഒറ്റ വിസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്ക് 1 കപ്പോളം തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കായം കൂടെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പരിപ്പ് നമുക്ക് നിങ്ങളുടെ കുക്കറിൽ എന്തോരം വിസിലിൽ വെന്ത് കിട്ടുമോ അത്രയും വിസിലിൽ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ദാ പരിപ്പ് വേവിക്കാനായിട്ട് പോവുകയാണ്. പരിപ്പ് വെന്ത് തുറന്നു കഴിഞ്ഞ് കഴിയുമ്പം ദാ പരിപ്പ് കറക്റ്റായിട്ട് വെന്തിരിക്കുന്നുണ്ട്. വെള്ളമെല്ലാം പാകത്തിനായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ തവി വെച്ചിട്ട് ഈ പരിപ്പ് ശരിക്കും ഒന്ന് ഉടച്ചു കൊടുക്കണം. പരിപ്പ് ശരിക്കും ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് ചെറുതായി ചോപ്പ് ചെയ്ത് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വഴുതനങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് വഴുതനങ്ങയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ അങ്ങനെ നീളത്തിലുള്ള വഴുതനങ്ങയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനുശേഷം ഒരു സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് എരിവിന്
എരിവിനനുസരിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാമ്പാറിൽ ഒരു പ്രത്യേകം ടൈപ്പ് പച്ചക്കറികൾ മാത്രമേ ഇടുള്ളൂ കേട്ടോ. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു, കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 സ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഈ പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തവി വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കുമ്പളങ്ങയിൽ നിന്നും വഴുതനങ്ങയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിനുശേഷം എന്തോരം വെള്ളം ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഇത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിൽ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ പച്ചക്കറി വേകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലപോലെ പാകത്തിനുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ പൊടികളൊന്നും മൂപ്പിച്ചിട്ടൊന്നുമല്ല ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ കറിക്ക് ആവശ്യമാണ്, സാമ്പാറിന് കുറച്ചുകൂടെ വെള്ളം വേണം, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടുതൽ വേണമെന്നുള്ളപ്പം മല്ലിപ്പൊടിയും നിങ്ങളുടെ മുളക് പൊടി അതെല്ലാം എരിവിന് ഇഷ്ടത്തിന് ആവശ്യത്തിനുള്ള കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ സാമ്പാർ ശരിക്കും തിളച്ച് വരുമ്പം നമ്മൾക്കിതിൽ വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലയും മാത്രം ഒന്ന് വറുത്തിട്ടിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം പച്ചക്കറി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലിയും സാമ്പാറും ഒരു തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.